പുൽവാമ ഭീകരാക്രമണത്തിന് വൻ തിരിച്ചടി നൽകിയ ഇന്ത്യ പാകിസ്ഥാനിലെ ജെയ്ഷെ മുഹമ്മദിന്റെ ഏറ്റവും വലിയ ഹർക്കത്തുൽ മുജാഹിദീൻ എന്ന തീവ്രവാദ സംഘടനയുടെ നേതാവായിരുന്നു മസൂദ് അസ്ഹർ. 1994 കശ്മീരിൽ ഒരു മിഷന്റെ ഭാഗമായി വരികയും അവിടെ വെച്ച് ഇന്ത്യൻ സുരക്ഷാ സേനയുടെ വലയിൽ വീഴുകയും തീവ്രവാദ കുറ്റം ചുമത്തി ജയിലിൽ അടയ്ക്കപ്പെടുകയും ചെയ്യുന്നു. തുടർന്ന് 99 ഹർക്കത്തുൽ മുജാഹിദീന്റെ നേതൃത്വത്തിൽ കാഠ്മണ്ഡുവിൽ നിന്ന് ഡൽഹിയിലേക്ക് വന്ന ഇന്ത്യൻ എയർലൈൻസ് വിമാനം IC-814 ഹൈജാക്ക് ചെയ്യുകയും താലിബാൻ നിയന്ത്രിത അഫ്ഗാനിസ്ഥാനിലെ കാണ്ഡഹാറിൽ ഇറക്കുകയും ചെയ്ത തീവ്രവാദികൾ തടവിലായിരുന്ന മസൂദ് അസ്ഹറിന്റെ മോചനത്തിനായി ആവശ്യപ്പെടുന്നു. ഒരു യാത്രക്കാരനെ ക്രൂരമായി കൊലപ്പെടുത്തിയതോടെ ഇന്ത്യൻ സർക്കാർ സമ്മർദ്ദത്തിന് വഴങ്ങുകയും അങ്ങനെ മസൂദ് അസ്ഹർ അടക്കം 3 തീവ്രവാദികൾ മോചിതരാകുകയും ഇവരെ പാകിസ്ഥാന്റെ ചാര സംഘടനയായ ISIയുടെ സഹായത്തോടെ പാകിസ്ഥാനിലോട്ട് കടത്തപ്പെടുകയും ചെയ്യുന്നു. തുടർന്ന് പാകിസ്ഥാനിൽ വെച്ച് മുൻ ഭീകര സംഘടനകളിൽ ബന്ധമുള്ളവരെ ഉൾപ്പെടുത്തി ISIയുടെ പിന്തുണയോടെ ജെയ്ഷെ മുഹമ്മദ് അഥവാ മുഹമ്മദിന്റെ സേന എന്നർത്ഥം വരുന്ന തീവ്രവാദ സംഘടനയ്ക്ക് അസ്ഹർ രൂപം നൽകുന്നു. പാകിസ്ഥാനിൽ ഉടനീളം നടന്ന ധനശേഖര പരിപാടികളിലൂടെ മസൂദ് അസ്ഹർ ഒരു വിജയശ്രീ ലാളിതനായി അവതരിക്കപ്പെട്ടു. ഇത് പുതിയ സംഘടനയ്ക്ക് വലിയ പ്രചോദനമായി. തുടർന്ന് ലോകത്തിലെ തന്നെ ഒരു മാരക ശക്തിയായി ജെയ്ഷെ മുഹമ്മദ് മാറുകയായിരുന്നു. അവരുടെ പ്രഖ്യാപിത ലക്ഷ്യം കാശ്മീരിനെ ഇന്ത്യയിൽ നിന്ന് വേർപെടുത്തി പാകിസ്ഥാനുമായി കൂട്ടിയോജിപ്പിക്കുക എന്നതാണ്. ഇതിനായി അവർ മതപരമായ ആദർശങ്ങൾ ദുരുപയോഗം ചെയ്ത് യുവാക്കളെ ആകർഷിക്കുകയും ജിഹാദ് എന്ന ആശയം ദുർവ്യാഖ്യാനം നടത്തി ഇന്ത്യക്കെതിരെ പോരാടാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. കൂടാതെ ഇന്ത്യൻ സൈനിക സ്ഥാപനങ്ങളെയും തന്ത്രപരമായ കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ട് കനത്ത ആക്രമണങ്ങൾ നടത്തുകയും ചെയ്യുന്നു. 2001 ഇന്ത്യൻ പാർലമെന്റ് ആക്രമണം, 2016 പത്താൻകോട്ട് ആക്രമണം, 2019 40 CRPF ഉദ്യോഗസ്ഥരുടെ മരണത്തിന് കാരണമായ പുൽവാമ ചാവേർ ആക്രമണം എല്ലാം ഇതിന് ഉദാഹരണമാണ്. ഓസ്ട്രേലിയ, കാനഡ, ഇന്ത്യ, UAE, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളും UN, യൂറോപ്യൻ യൂണിയൻ, ബ്രിക്സ് തുടങ്ങിയ അന്താരാഷ്ട്ര സംഘടനകളും ജെയ്ഷെ മുഹമ്മദിനെ ബാൻ ചെയ്തിട്ടുണ്ട്. അന്താരാഷ്ട്ര സമ്മർദ്ദത്തെ തുടർന്ന് പാകിസ്ഥാനും 2002 ജെയ്ഷെ മുഹമ്മദിനെ ബാൻ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇത് വെറും ഒരു കടലാസിൽ ഒതുങ്ങുന്ന പ്രഖ്യാപനം മാത്രമായിരുന്നു. നിരോധനത്തിന് ശേഷവും സംഘടന പാകിസ്ഥാനിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നുണ്ട്. പേരുകൾ മാറ്റിയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ മറവിലും അവർ ധനശേഖരണവും റിക്രൂട്ട്മെന്റും പരിശീലനവും തുടരുന്നു. ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ വിഭാഗമായി ജമാഅത്തുൽ മുഅ്മിനാത്ത് എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയെന്ന് ഈ കഴിഞ്ഞ ഒക്ടോബറിലാണ് അവർ പ്രഖ്യാപിക്കുകയുണ്ടായത്.